അല്ല, നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അതിന്റെ അല്ല, ഞാൻ സംസാരിക്കുമ്പോൾ വീണ്ടും ചോദിക്കല്ലേ അങ്ങ്? ഞാൻ മറുപടി പറയട്ടെ. നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? അല്ല, നിങ്ങൾ അത് തന്നെയല്ലേ ചോദിച്ചു, അതിനല്ലേ ഞാൻ മറുപടി പറയണേ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറുന്നത്? ഇടയ്ക്കിടയ്ക്ക് കയറരുത്. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. ഞാൻ അവിടെ ഇരിക്കുമല്ലേ, ഇതെല്ലാം തീർത്ത് അങ്ങ് വീണ്ടും ചോദിക്കുന്നത് എന്തിനാ? അങ്ങ് ചോദിച്ചത് ഞാൻ കേട്ടല്ലോ, ഞാൻ പറയാനാ ചോദിക്കുന്നത്. അല്ല, നിങ്ങളെല്ലാം വീണ്ടും ചോദിക്കാൻ. ഞാൻ പറയട്ടെ മറുപടി. ഇനി വേറെ വിഷയം ഉണ്ടെങ്കിൽ പറയാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി വേറെ വല്ല വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ആദ്യം ഒരു ധാരണ എത്തും. ആദ്യം ആര് ചോദിക്കണമെന്നൊരു ധാരണ എത്ത്. ചോദിച്ചവരെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ. അത് പത്രസമ്മേളനം നടത്തിപ്പിന്റെ ഒരു ഇതാണ്. നിങ്ങളൊരു 2-3 പേര് വന്നിട്ട് വെയിറ്റ് ഞാൻ സംസാരിക്കുക. അങ്ങ് സംസാരിക്കാൻ പാടില്ല. ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കും. ഞാൻ സംസാരിക്കുന്ന ഇടയിൽ പാടില്ല. നിങ്ങളൊരു 3 പേര് വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ച് മനഃപൂർവ്വം നിരന്തരമായി ഒരേ ചോദ്യങ്ങൾ ചോദിച്ച് മറ്റുള്ള മാധ്യമപ്രവർത്തകർക്ക് അവസരം തരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പണ്ട് നിങ്ങൾ ഇഷ്ടമുള്ള ചോദ്യങ്ങളാണ് ഈ പത്രസമ്മേളനത്തിൽ ചോദിച്ചിരുന്നത്. അതായത് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ. ആ ജോലി ചെയ്തിരുന്ന ആളുകൾ നിങ്ങൾ വന്ന് 3 പേര് നിരന്തരമായി കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം വന്നു. ഏതൊക്കെ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നാന്ന് ഞാൻ പറയുന്നില്ല. നിരന്തരമായി ഈ പത്രസമ്മേളനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല. ഇനി വേറെ ആരെങ്കിലും ചോദിക്കട്ടെ? ഇവരൊക്കെ ഇവിടെ എത്ര പ്രാവശ്യം ചോദിക്കുന്നു? മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വാക്കുകളാണ്. ക്യാബിനറ്റ് യോഗത്തിന് ശേഷം, മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ വരെ എന്താണോ പറഞ്ഞത് അതൊന്നും ഇനി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തീർത്തു പറയുന്നു വി ഡി സതീശൻ. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ. അതിനോട് പ്രതികരിക്കാൻ തയ്യാറല്ല അദ്ദേഹം അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. PM ശ്രീയെ കുറിച്ചാണ് ചോദ്യങ്ങൾ. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി മന്ത്രിസഭ ഉപസമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മന്ത്രിസഭാ യോഗ തീരുമാനമാണ്. ആ ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല. പ്രതികരിച്ചാൽ അദ്ദേഹത്തിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴും എന്നതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ്. പണം വാങ്ങി PM ശ്രീ കരാറിൽ ഒപ്പിട്ട് എന്നാണ് പറയുന്നത്. PM ശ്രീ പദ്ധതി പ്രകാരം ഒരു നയാ പൈസയും സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടില്ല എന്നതാണ് വസ്തുത. പക്ഷേ ഇന്നലെ വരെ UDF നേതാക്കൾ, മുസ്ലിം ലീഗ് നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് PM ശ്രീ പദ്ധതി UDF അധികാരത്തിൽ വന്നാൽ അറബിക്കടലിൽ എറിയും എന്നാണ്. അതേ പദ്ധതി അറബിക്കടലിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന് വീണ്ടും നടപ്പാക്കുകയാണ് ചെയ്യുന്നത് UDF സർക്കാർ എന്നർത്ഥം. എന്തായാലും UDF സർക്കാരിന്റെ മുഖം മൂടിയാണ് പൊളിഞ്ഞു വീഴുന്നത്. അത് മറയ്ക്കാനുള്ള പെടാപ്പാടാണ് വി ഡി സതീശൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. PM ശ്രീ പദ്ധതി നടപ്പാക്കില്ല എന്ന് മുസ്ലിം ലീഗ് ഉറപ്പ് നൽകിയതാണ് അവരുടെ അണികൾക്ക്. അതിതാ കോൺഗ്രസ് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി തട്ടിക്കളഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി പറയുന്ന വഴിക്ക് നടക്കേണ്ടി വരുന്നു മുസ്ലിം ലീഗ് നേതാക്കൾക്ക്. മുസ്ലിം ലീഗ് നേതാക്കൾ എങ്ങനെ അണികളെ കാണും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറഞ്ഞ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അദ്ദേഹം പിന്നീട് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. അത് മറ്റൊരു വീഡിയോ ആണ്, അതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇപ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പോലും അസഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരു കാര്യം ഉറപ്പ്, ചോദ്യങ്ങളെ ഭയപ്പെടുന്ന ആളായി മുഖ്യമന്ത്രി മാറിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ പ്രകടമാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തിന് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ ഭയക്കുന്നു എന്നതിൻ്റെ ഉത്തരമാണ് അദ്ദേഹത്തിന് പലതും മറച്ചുപിടിക്കാനുണ്ട്. അദ്ദേഹം കാപഠ്യമാണ് കാണിക്കുന്നത്, കള്ളക്കളിയാണ് കളിക്കുന്നത്. PM ശ്രീ പദ്ധതി തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം.